കണ്ട ശരണ്യ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ട കൂട്ടുകാരെ ബഹളാണ് ഇവിടെ. ദോശ ചുടാനുള്ള ബഹള അച്ഛനും മകളും കൂടി. ശരണ്യ ഇത് കണ്ട, ഇത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഇതാണ് കൂട്ടുകാരെ ഈ വീട്ടിലെ രാവിലത്തെ സ്ഥിതി. എന്റെ പൊന്നച്ച, ഇവിടെ എത്ര അടപ്പുണ്ട് എന്നാ അങ്ങോട്ട് കുറെ അടപ്പ് അങ്ങോട്ട് വെച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി തമ്മിലുള്ള വഴക്ക് കൊടുത്ത എന്താണ് എന്റെ ദൈവമേ, ഇവര് തമ്മിൽ ഇങ്ങനെ. ഇനി ഈ വീട്ടിൽ ദോശ ഉണ്ടാക്കണ്ട. ദോശ ഉണ്ടാക്കിയാലല്ലേ തമ്മില് ദോശ എടുക്കാനുള്ള. രണ്ടുപേരും ഇനി ദോശ ഈ വീട്ടിൽ ഉണ്ടാക്കണ്ട. കാരണം എന്താന്നാ, ദോശ ഇടാൻ രണ്ടുപേരും കൂടി ഇടിയാ. ചുടാൻ ഇഷ്ട ഇല്ലേ? ധൃതിയാണെന്ന്. എന്റത് ഇവൻ. ഇനി ആരാണ് ഒഴിക്കണം? കണ്ടാ കൂട്ടുകാരെ, അച്ഛനാക്കിയ ദോശ. പാവ അമ്മ അങ്ങോട്ട് മാറി നിന്ന് ഇവരുടെ ആണാണ്. എന്തോ പാത്രം വീണ് ശരണ്യ. ഇത് കേട്ടാ പറയും. ഇടിയപ്പാണെങ്കിൽ ആരും മരിയല്ല. ഇടിയപ്പാണെങ്കിൽ ഇപ്പൊ തോക്കുള്ള കൊണ്ട് വരും. ഞാൻ വരും. അപ്പാണെങ്കിൽ ശരണ്യ കണ്ടാ കിട്ടുക. അങ്ങനെ ദോശ ഇത് കണ്ട, രണ്ടുപേരും രണ്ട് ചട്ടകമായിട്ടാണ് നിൽക്കുന്നത്. അനുസരിച്ച് ചെറിയ കേട്ടോ. എനിക്ക് വയ്യ. ഇതാണ് കൂട്ടുകാരെ ഇവിടെ അച്ഛനും മകളും കൂടി. ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കുമെന്ന് ഇവർക്ക് അറിയാൻ മേല. ഞാൻ ആദ്യം വീഡിയോയിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവര് മത്സരത്തില. ഇതെന്നാ നീ കാണിക്കുന്നത്? ഇവിടെ ബ്രഷ് ഉണ്ടല്ലോ. ആ ബ്രഷ് തരാഞ്ഞിട്ടാണോ ഈ കാണിക്കുന്നത്? ശരണ്യേ, ഇത് നിങ്ങളായിട്ട് ഞങ്ങളെ കൊണ്ട് ദോശ തീറ്റിക്കുക അച്ഛനും മകളും കൂടി. പിന്നെ അമ്മേ, ഇതിന്റെ കൂടെ എന്നാണ് കറി? ആണല്ലേ? അപ്പൊ അടിപൊളിയാണ്. കാണിച്ചോളാനാ, എടുത്തോണ്ട് വാ. അച്ഛൻ അങ്ങനെ ദോശ മറിച്ചൊക്കെ ഇട്ട് കണ്ട ദോശയാണ്. നമ്മുടെ ദോശമാവൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. നിങ്ങളുടെ തമ്മിലുള്ള ഈ ഇടിപിടുത്തത്തിൽ ഞാൻ ദോശമാവൊന്നും കാണിച്ചു. ഇതാണ് ഒരു ദോശയുടെ ഒരു തമ്മില് അടിയായിപ്പോയല്ലേ, ദോശ ചുടണേന്റെ. ഇത് കണ്ട, അമ്മ ആ നേരത്തെ ചമ്മന്തി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളക് ചമ്മന്തി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മുളക് ചമ്മന്തി. ഇത് എരിവ് കുറവാണ് കേട്ടോ, കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ ചമ്മന്തി. പിന്നെ അമ്മ അടുത്തതും എടുത്തോണ്ട് വരുന്നുണ്ട്. അതെന്നാണമ്മ? അത് നമുക്കുള്ളതല്ലേ? കണ്ട, സവോള കൊണ്ടുള്ള ഒരു ചമ്മന്തി. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ദോശ കഴിക്കാൻ പോണം. പിന്നെ നിങ്ങളുടെ ഇടിവെപ്പൊക്കെ തീർന്നോ?
വിട്ടുകൊടുത്ത തണുത്തത് അച്ഛന് ആഹാ നമുക്ക് ചൂടുള്ളത്. എന്നോട് വാശി തീർക്കും ദോശക്ക് ദോരൊന്നും വീണില്ലല്ലേ? എന്ത്? ആഹാ അടിപൊളി ദോശ. ആ അപ്പൊ എന്നാ ദോശയൊക്കെ ചുട്ടെടുക്ക്. കണ്ട അച്ഛനും ചുട്ട മറിക്കാൻ പോണ കണ്ട. അറിയാൻ പറ്റും. ശരണ്യ പറഞ്ഞ കേട്ടാ, ശരണ്യനെ കാണുന്നേ ഇല്ല. അറിയാവുന്ന തമ്പുരാന്. മനസ്സിലായല്ലോ. അത് ഒളിച്ചേരി കുഴപ്പം. ആ ഏതായാലും നമുക്ക് ചെന്നൈ ഇപ്പൊ കണ്ട എന്താന്നറിയുക നഷ്ടപ്പെട്ടല്ല എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾ കമ്പോ ഞാൻ കുത്തി പൊടിച്ച് കട്ടൻ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ. അതേ കണ്ട അടിപൊളി കട്ടൻ, അടിപൊളി കട്ടൻ. ഇത് കണ്ട കൂട്ടുകാരെ മക്കളെ, ഇത് കണ്ട അത് ചെന്നൈ എടുത്ത് വെച്ച് എന്റെ വെള്ളി വിളിച്ചതാണ്. ശരണ്യ ശരണ്യ എണ്ണ തീർത്തത് അച്ഛനെ എടുത്തൊഴിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പതിവാനെ. അപ്പൊ നിങ്ങൾ തമ്മിൽ തർക്കം നടക്കട്ടെ. അപ്പൊ ഞാൻ പോയിരുന്ന് കഴിക്കാൻ തുടങ്ങാം. അതെ അതെ അതെ. അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ? അല്ല ശന്നെ കളിച്ച് വണ്ണക്കുറവ് വെച്ചിട്ട് കൊടുത്തേ. അല്ലല്ലേ എനിക്കിട്ട് വെക്കണ എന്തിനാന്ന് വെച്ചാ ഞാൻ വല്ലതും പറഞ്ഞു. ശരണ്യ നമ്മുടെ കൂട്ടുകാരായിട്ട് പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഇതെന്ന് പറഞ്ഞു. അത് എല്ലാ കൂട്ടുകാർക്കും അറിയാം. കാരണം അറിയാമോ, ഞാൻ എപ്പോഴും അടുക്കള വരുമെന്ന് എല്ലാവർക്കും അറിയാം. ശന്റെ പറഞ്ഞാൽ അത് കള്ളത്തരം തന്നെ. മുഖത്ത് മുഖത്ത് നോക്കുമ്പോ അറിയാം പറഞ്ഞെന്താണ്. ദോശ കൂടി ഇട്ടിട്ട്. അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് തന്നെ പറയാം. വീഡിയോ ആയിട്ട് എടുത്തതല്ല. ഇവര് വ്യാഴാഴ്ച ഇവർക്ക് സെയില് പോകണ്ട. അതെ അതെ അത് കാരണമാണ് വന്നത്. അതെ അതെ. അപ്പൊ കാരണം ഇവര് അറിഞ്ഞില്ല, വീഡിയോ എടുക്കണ കാര്യം അറിഞ്ഞില്ല. ഞാൻ നേരെ നോക്കുമ്പോ അടുക്കള ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കുന്നത്. എന്നാ ഞാനോർത്ത് എന്നാ വീഡിയോ തന്നെ എടുത്തേക്കാന്ന്. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. ഇല്ല ഇല്ല ഇത് പിന്നെ അപ്പൊ നമ്മുടെ കൂട്ടുകാരായിട്ട് പറഞ്ഞാല് വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടുകാർ.